ഇന്ന് ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായി ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട ഒരു ശുശ്രൂഷയെക്കുറിച്ച് 1-2 ശുശ്രൂഷകളെക്കുറിച്ച് നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. I would like to turn your attention to Acts chapter 13, and today I will be concluding the chapter. I would like to turn your attention to the first 3 verses. ആദ്യത്തെ 3 വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ നേരം സംസാരിപ്പാനായിട്ടിടയായി. We have discussed about the first verse for a long time. 4-ാം വാക്യത്തിലാണ് നമ്മൾ നിർത്തിയത്. എന്നിട്ട് പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി എന്ന് വരെ നമ്മൾ ചിന്തിപ്പാനിടയായി. We already discussed about what happened in verses 3 where the Holy Spirit came upon them and they were sent to Seleucia. ഒന്നുകൂടെ ഓർക്കുവാൻ വേണ്ടി പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും എന്നുള്ളൊരു ഭാഷ അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള വിഷയവും ഞാൻ അവിടെ കുറച്ച് ടച്ച് ചെയ്യുവാനായിട്ടിടയായി. And we also understood about how the Holy Spirit speaks to us and the importance of how Holy Spirit speaks to us. സഭയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യേക പ്രൊവിഷൻസ്, ഫെസിലിറ്റീസിനെ കുറിച്ച് ഞാൻ അവിടെ ഓർപ്പിക്കാനിടയായി. സഭ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തു വന്ന സഭയായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു, വിശേഷാൽ അന്ത്യോക്യ സഭയെക്കുറിച്ച്. And we also looked into the qualities of the church in Antioch, how they ministered to the Lord, how they fasted and how they prayed to the Lord. എന്നാൽ ആ ഭാഗത്ത് ഞാൻ മറ്റൊരു ദിവസം ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ 2 വാക്കുകൾ അവിടെയുണ്ട്. ആ ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. And there are 2 terms that I said that I will minister on it the later days, and that is what I'm going to take. അവിടെ 5 സഹോദരന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ അല്പം വിശദീകരിച്ച 5 പേരുടെ പേരുകളുണ്ട് അവിടെ. എന്നാൽ അവർക്ക് 2 പേർക്കും കൊടുത്തിരിക്കുന്ന ഒരു ക്രിഡൻഷ്യൽ നമുക്കവിടെ കാണാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നുവെന്ന്. And we also know that there are 5 people there and they are termed as prophets or teachers. ഈ 2 വാക്കുകളിലാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. And I would like to turn your attention to those 2 terms, prophets and teachers. കർത്താവിൻ്റെ വചനത്തിൽ ഈ 2 പേരുകൾ വിശേഷാൽ പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നു. In the New Testament we see teachers and prophets in many areas. ചാപ്റ്റർ 13 നമുക്കറിയാം, ഒരു ഫസ്റ്റ് മിഷണറി ജേർണി എന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു ചാപ്റ്ററാണ്. And this could be like his first missionary journey that we can assign it as. മറ്റൊരു പേരിൽ പറഞ്ഞാൽ ആദ്യത്തെ ഫോറിൻ മിനിസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ചിത്രീകരിക്കാൻ കഴിയും. Or in other words we could say that this is the first foreign journey. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പയനിയർ മിനിസ്ട്രിയാണ് ഇത് എന്ന് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. And in Apostle Paul's language we could say that this is a pioneer ministry. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാതൃകാ സഭയായിരുന്നു അന്ത്യോക്യ സഭ. And the peculiarity of the church of Antioch is that this was an exemplary church. യെരുശലേമിലെ സഭയാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും നല്ല സഭ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതൊരു മദർ ചർച്ചായിരിക്കെ ഏറ്റവും നല്ല മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ചർച്ചായിരുന്നു അന്ത്യോക്യ സഭ. And we know that we already studied about the church of Jerusalem and we know that that is the mother church. We could say that this is a model church. ഒന്നുകൂടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാതൃകാ സഭ തിരുവചനത്തിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അന്ത്യോക്യ സഭയായി. In other words we could say that if you want to look for an exemplary church in the New Testament, this would be the church of Antioch. ഇന്ന് രാവിലെ സമയം ദൈവസഭയോട് ട്രൂ ലൈറ്റ് ഫെലോഷിപ്പിനോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന അത് തന്നെയായിരിക്കണം, നമ്മുടെ സഭയും ഒരു അന്ത്യോക്യ സഭയെ പോലെ ഉള്ള ഒരു സഭയായി മാറണം. And to the children of God who are present here, let us also pray to the Lord that our church also will be an exemplary എന്താണ് ആ church. സഭയുടെ പ്രത്യേകത? And what is the peculiarity of this church? ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, They minister to the Lord, they pray to the Lord, they fast. പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, There are prophets and teachers there. വളരെ ദർശനമുള്ള ഒരു നേതൃത്വമുണ്ട്. And there is a leadership that has good vision. കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം അവിടെയുണ്ട്. And there are people who are anointed by the Lord and they worship the Lord in truth and spirit. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അനുസരിക്കാനും കഴിയുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. There is a group of people who listens to the Holy Spirit and who obeys the Holy Spirit. മിഷണറിമാരെ പറഞ്ഞയക്കുന്ന ഒരു ചർച്ചായിരുന്നു. And it was a church that sent away missionaries to do the work of അങ്ങനെ the Lord. എല്ലാ ഗുണങ്ങളും കൂടെ ചേർത്ത് ഉള്ള ഒരു സഭയായിരുന്നു
അന്ത്യോക്യ സഭ So എന്ന് we പറയുന്നത്. understand that this church of Antioch had all these qualities in them. കർത്താവെ, നമുക്കും അങ്ങനെ ഒരു ആയി തീരുവാൻ ദൈവസഭയെ കർത്താവ് ഇടയാക്കണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാനായി How കഴിയും? many of us can pray that let us also as a church be like them? കർത്താവെ, അങ്ങനെയുള്ള മാതൃകയായുള്ള ഒരു സഭയായി പട്ടണത്തിലും ഈ രാജ്യത്തും നമ്മുടെ സഭ നിലകൊള്ളാൻ ഇടയാക്കണേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി And let തീരാം. us pray to the Lord that Lord will make us also an exemplary church in എന്നാൽ ആ this land. സഭയിൽ 5 പേർ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാനായി But കഴിയും. here we see about 5 people who are there in this അവിടെ church. ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരുമായി. And they were prophets and teachers. വചനം പഠിച്ചാൽ അവർ സഭയുടെ നട്ടല്ലായിരുന്നു. And in another language we could say that they were the backbone of the church. എങ്ങനെയാണ് അവർ സഭയുടെ നട്ടെല്ലാകുന്നത്? How did they become the backbone of the church? അന്ത്യോക്യ സഭ ഉടലെടുത്തത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ചാപ്റ്റർ 11 അതിൻ്റെ 19 and 20, ആക്ട്സ് ചാപ്റ്റർ 11 വേഴ്സ് 19 and 20. ഇങ്ങനെ ഈ സഭ എങ്ങനെ ഉടലെടുത്തതെന്ന് നമുക്ക് അവിടെ കാണുവാനായി And കഴിയുന്നുണ്ട്. we get to know how this church was established. We see that in Acts chapter 11 verses 19 and 20. അവിടെ നമുക്ക് കാണുന്ന സ്റ്റെഫാനോസിനോടുള്ള ആ രക്തസാക്ഷിത്വത്തിന് ശേഷം, അല്ലെങ്കിൽ തൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം സഭ ചിതറിപ്പോയി എന്ന് നമുക്ക് വായിപ്പാനായി And we കഴിയും. see that after the martyrdom of Stephen, the church was spread across the land. അവർ ഓടിപ്പോയത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ വെന്റ് എന്ന് പറയുമ്പോൾ അവർ ഭയത്തോടെ ഓടിയതാ. And we see that they were scattered to different places. അവരെ ആരും അങ്ങോട്ട് അയച്ചതൊന്നുമല്ല. It's not that someone anointed and sent them there. നിങ്ങൾ ഇത്രയും ഗ്രൂപ്പ് ഇന്നടത്തോട്ട് പോകും, നിങ്ങൾ ഇത്രയും ഗ്രൂപ്പ് അങ്ങോട്ട് പോകും, നിങ്ങൾ ഇത്രയും ഗ്രൂപ്പ് ഇവിടെ നിന്നാ മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. No one assigned them to go to any place. പ്രതികൂലം സഭയ്ക്കകത്ത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം സഭയിലുള്ളവരെ ചിതറിപ്പിച്ചു എന്ന വചനം വായി. And the word of the Lord says that when there was persecution in the church, the people in the church of God had to be scattered. യെരൂശലേം സഭ എവിടെയോ ഒരു വിഷയത്തിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സിലായി, ഈ ഭൂമിയുടെ മുഖത്ത് യെരൂശലേം സഭ മാത്രമല്ല, ദേശത്തേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവസഭ വ്യാപിക്കണം. And the church of Jerusalem, when they were trying to be confined to themselves, the Lord knew that it was His plan that He wanted the church to establish to different parts of the world. എല്ലാ അനുഭവങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഒരിടത്ത് ഒതുങ്ങിക്കൂടാനുള്ളതല്ല ദൈവസഭ. And the church should not be confined when the Lord blesses us with everything that we need. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 4 മതിലിനകത്ത് ഒതുങ്ങിക്കൂടുന്നതല്ല ദൈവസഭ. In our language, we could say that we should not be confined to the 4 walls of the church. അങ്ങനെ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ച യെരൂശലേം സഭയെ സ്വർഗത്തിലെ ദൈവം പീഡയയച്ച് അവിടെയുള്ളവരെ ചിതറിപ്പിച്ച് And കളയുവാനിടയായി. when the church of Jerusalem tried to confine themselves in that manner, the Lord sent persecution to them and they were എത്ര scattered. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായിരുന്നു, സഭയായിരുന്നു അത്. What a blessed church that was. ദൈവത്തിന് സഭ ഇമ്പോർട്ടന്റ് ആണ്. The Lord gives importance to the church. പക്ഷെ സഭയെക്കാളും ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. And more than the church, the Lord has importance for us to gain souls for Him. ചർച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന ആത്മീകരെ നമ്മൾ ഒരുക്കിയെടുക്കുക And the എന്നുള്ളതാണ്. purpose of the church itself is that we have to mend people for എന്നാൽ Christ. ചർച്ചിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. And the plan of the church of God is that God wants us to make people ready for Him. ഈ പീഡ കാരണം ഭയത്തിൽ ഓടിപ്പോയ ഈ ദൈവമക്കൾക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത ക്രിസ്തുവിന്റെ സുവിശേഷവുമായി പോകുക And എന്നുള്ളതായിരുന്നു. when these people were in persecution and when they were scattered, the only aim that they had was that they wanted to spread the gospel അവർ wherever they പോയി go. ഒളിച്ചിടത്തും അവർ പാർത്തിടത്തും കർത്താവിന്റെ സുവിശേഷം അവർ അറിയിപ്പാനായിട്ടിടയായി And തീർന്നു. wherever they flee, they made sure that they spread the gospel. ആമേൻ. ചിലയിടത്ത് എഴുതിയിരിക്കുന്നവർ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി, ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ ഇടയായി. And that is why the word of the Lord says that they went to different homes and they went to different lands and they proclaimed the word of the Lord. എന്തെല്ലാം രീതിയിലുള്ള ആമേൻ കാര്യങ്ങൾ കർത്താവിന്റെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്. And we have so many opportunities that God has given us to do for the work of the Lord. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു സ്റ്റേജിൽ കയറി നിന്നൊരു ക്രൂസൈഡിന് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ കോൺഫറൻസിന് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം കൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ സുവിശേഷം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അല്ല. ഈ
ഒത്തിരി മെത്തേഡ് തിരുവചനത്തിലുണ്ട്. അവൻ ചിതറിപ്പോയവർ അവൻ വീടുകൾ തോറും കയറി ഇറങ്ങി കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. And we cannot think that coming to the pulpit and ministering from the word of the Lord on the stage is something that is not the only thing we can do, but there are many other things like going to different homes and spread the gospel. ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. So there is a question here. ഈ ഭയത്തിൽ ഓടിപ്പോയി ഈ ദൈവമക്കൾക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം പറയാൻ എന്താണ് അവർക്ക് ആമേൻ വലിയ ധൈര്യം പകർന്നത്, അവർക്ക് ശക്തി പകർന്നത്? And when they moved and when they were scattered in anguish, what was the strength that they received that they could spread the gospel of God? 21-ാം വാക്യത്തിൽ നമുക്കത് വായിപ്പാനായി കഴിയുന്നുണ്ട്. And we see that answer in verses 21. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, And it is said like this. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയ കൂട്ടം കർത്താവിൽ വിശ്വസിപ്പാനിടയായി അവർ കർത്താവിലേക്ക് തിരിഞ്ഞു. And the hand of the Lord was with them, and a great number believed and turned to the Lord. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവദാസന്മാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, To the brothers and sisters who are here, let me remind you. കർത്താവ് നമുക്ക് തുണയാണെങ്കിൽ ഈ ലോകം നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ നാം പരാജയപ്പെട്ടു പോകുന്ന ഒരു ഗ്രൂപ്പ് അല്ല. കർത്താവ് നമ്മുടെ കരം, അവന്റെ കരം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ എവിടെയും നമ്മെ നിർത്തുവാൻ അവൻ ശക്തനാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വലിയവനാണ്. And if the Lord is with us and his hand is there with us, he will be able to perform miracles in our life wherever we are. ചിതറിപ്പിച്ചിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. Our Lord is not a person who scatters us and then he hides himself. കരം വെച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. He will put his hand on us and bless us. ഇനി അത് ശക്തമായി ബലപ്പെടുത്തുവാനിടയായി. And that really strengthened me. എന്താ നമ്മെ ഇതുവരെ കൊണ്ടുവന്നേ? What brought us thus far? കഴിവാണോ? Is it our talents? പണമാണോ? Is it our money? പാരമ്പര്യമാണോ? Is it our heritage? എക്സ്പീരിയൻസ് ആണോ? Is it our experiences? ഇതൊന്നും അല്ല ദൈവമക്കളെ. No, children of God. നിർത്തിയത് ദൈവത്തിന്റെ കരമായി. It is the Lord, it is his hand that brought us thus far. ആ വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്, And that is why the word says, 19-ാം വാക്യത്തിൽ അവരെ ചിതറിപ്പിച്ച അവരോട് കൂടെ ചിതറിപ്പിച്ച ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു. and what we see in verses 19, the Lord who scattered them, the hand of the same Lord was with them. നിന്നോട് കൂടെ കർത്താവിന്റെ കരമുണ്ടെങ്കിൽ പിന്നെ എന്തോ വേണം? If we have the hand of the Lord with us, what more do we need? മറ്റൊന്നുമില്ലെങ്കിലും കർത്താവിന്റെ കരമുണ്ടെങ്കിൽ അത് മതി ദൈവമക്കളെ. If we do not have anything but still we have the hand of the Lord with us, that is enough for us. താങ്ങുന്ന ദൈവത്തിന്റെ കരം, The Lord that strengthens us, ഉയർത്തുന്ന ദൈവത്തിന്റെ കരം, the hand of the Lord that lifts തോളിലേക്ക് us, എടുത്തു വെക്കുന്ന ദൈവത്തിന്റെ കരം, the hand of the Lord that carries us, ഓ കുഴിയിൽ വീഴാതെ നമ്മെ കാക്കുന്ന ദൈവത്തിന്റെ കരം, the hand of the Lord that does not put us in the pit. ഈ കരമാണ് നമുക്ക് വേണ്ടത്. This is the hand that we need in our life. രണ്ടാമത് അവിടെ കാണുന്നു, അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്നു. And second, we see that there were prophets and teachers. സഭയുടെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഈ രണ്ട് റോൾ. And so these are two important roles in the church of God. ഇത് രണ്ടും ഒന്ന് അല്പമായി വിശദീകരിച്ചിട്ട് ഞാൻ നിർത്തി പ്രാർത്ഥിപ്പാൻ I ആഗ്രഹിക്കുന്നു. would like to describe these two roles and then conclude. പുതിയ നിയമസഭയ്ക്കകത്ത് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട റോൾ. And these are two main roles that is needed in the New Testament church. ഒന്ന് പ്രവചന ശുശ്രൂഷ, രണ്ട് ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ. First is the gift of prophecy and next is the gift of teaching. ഇത് രണ്ടും ദൈവസഭയ്ക്കകത്ത് വേണം. The church of God needs both. നമുക്ക് 1-2-3 വാക്യങ്ങൾ എടുത്തൊന്ന് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. Let us read a couple of verses and then come 1 back. കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 Corinthians chapter 12 verses 28. വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, 1, 2, 3. അതിനെ അങ്ങനെ അടുക്കിയാണ് പറയുന്നത്. And God has appointed these in the church: first apostles, second prophets, third teachers, and after that miracles. നോക്കണേ, എന്തുകൊണ്ട് കർത്താവ് 1, 2, 3 എന്ന് പറയാൻ കാരണം? Do you know why God has numbered it as 1, 2, 3? മൂന്നും കൂടെ ഒരുമിച്ചങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. He could have mentioned it all together. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി പറയുന്നു, നമ്പർ 1 പ്രയോറിറ്റി ഇതിന്, നമ്പർ 2 പ്രയോറിറ്റി ഇതിന്, നമ്പർ 3
പ്രയോറിറ്റി ഇതിന്. So here we see that Apostle Paul, he gives priority to all, and he says number one is this, second is this, and third is ഒന്ന് this. അപ്പോസ്റ്റൽ, First is apostles, രണ്ട് പ്രോഫറ്റ്, next is prophets, മൂന്ന് ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കന്മാർ. and third is teachers. നേരത്തെ നമ്മൾ രണ്ടുപേരെ കണ്ടുള്ളൂ, And in the previous verse we only saw these two ഇവിടെ people, മൂന്ന് പേരെ കാണുന്നു. but here we see three. അതുകൊണ്ട് അന്ത്യോക്യ സഭയിൽ അപ്പോസ്തലന്മാരില്ലെന്നാണോ? So does that mean that there are no apostles in the church of Antioch? അവിടെ ഒത്തിരി അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. There are lots of apostles there. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പ് പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ദൈവസഭയ്ക്കകത്തേക്ക് വന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. But these two groups that we are talking about, they were added later on. യെരുശലേമിൽ നിന്ന് ഒരു കൂട്ടം പ്രവാചകന്മാർ അന്ത്യോക്യയിലെത്തി. And it was certain prophets from Jerusalem who went to Antioch. അവരവിടെ വന്ന് ശുശ്രൂഷിച്ചു. And they began to minister. പിന്നെ നമ്മൾ കാണുന്ന അന്ത്യോക്യയിലും പ്രവാചകന്മാരുണ്ട്. And then we see even in Antioch there are prophets. എന്താണ് ദൈവത്തിന്റെ ആത്മാവിടെ നമ്മെ വെളിപ്പെടുത്തുന്നത്? What is the Spirit of God showing us here? എന്ത് സഭയായാലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കൂട്ടത്തിൽ ഈ മൂന്നെണ്ണം കാണും. And whichever church we are in the midst of the people of God who worship the Lord, there will be these three kind of people. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇല്ലാതെ സഭ മുന്നോട്ട് പോകാൻ And പറ്റില്ല. without apostles and prophets and teachers, the church cannot move forward. ഇത് മൂന്നും അടിസ്ഥാനമായിട്ട് വേണ്ടിയതാ. And this is foundational and we need them. ചർച്ച് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം, നമ്മുടെ ഗ്രൂപ്പിൽ ഈ മൂന്നും ഉണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ട സമയമാണ്. And as a church, we have to ponder about whether we have these three group of people in ഇതിലേതാ our നമ്മുടെ midst. ഇടയിൽ ലാക്ക് ചെയ്യുന്ന ദൈവം ഈ ദിവസങ്ങൾ ഇതിനകത്ത് നിന്ന് അനേകരെ ഉയർപ്പിപ്പാൻ എഴുന്നേൽപ്പിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. And whoever among this category is not there, the Lord will lift people from us. എല്ലാവരും അപ്പോസ്തലന്മാരായി പോയാ അത് സഭയ്ക്ക് മാന്യതയല്ല. And if all are apostles, that is not good for the church. എല്ലാവരും പ്രവാചകന്മാരായി പോയിരുന്നെങ്കിൽ ഈ സഭയുടെ അന്തരീക്ഷം എങ്ങനെയായി പോയേനെ? And what if all people in the church are prophets? എല്ലാവരും ടീച്ചേഴ്സ് ആയി മാറിയിരുന്നെങ്കിൽ ഈ സഭയുടെ അന്തരീക്ഷം എങ്ങനെ പോയേനെ? What if all people are teachers among us? അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും കാറ്റഗറി ഇതിനകത്തുണ്ട്. And so because of that, there are three categories that are needed. Praise the Lord. Amen. ഈ മൂന്ന് കാറ്റഗറിയും ഇല്ല എങ്കിൽ നാം മാതൃകയുള്ള അന്ത്യോക്യ സഭയിലേക്ക് നോക്കി കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്കിത് മൂന്ന് ഗ്രൂപ്പിനെയും തരണം. And if we do not have these three groups of people here, we should pray that we should also be like the church of Antioch and we need all these three കർത്താവിന്റെ people. വേല ചെയ്യാൻ കഴിവുള്ളവർ ഇതിനകത്തുണ്ട്. There are people who can serve the Lord like apostles. പ്രവാചകന്മാരായി ശുശ്രൂഷ ചെയ്തവരും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നവരും ഇതിനകത്തുണ്ട്. And there are people of God who have worked as a prophet and God wants more people to be prophets. ഉപദേഷ്ടാക്കന്മാരായി കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്ന അനേകരിനകത്തുണ്ട്. There are so many people the Lord has raised as teachers. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. And I thank the Lord for that. ഓൺലി പ്രോബ്ലം ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഒതുങ്ങിയിരിക്കുക. But the only problem is that they are all limiting themselves. അവരെല്ലാം ഒതുങ്ങിയിരിക്കുക. They are all limiting themselves. നിങ്ങളുടെ ശുശ്രൂഷയെ ആരും ചോദ്യം ചെയ്യരുത്. No one should question your ministry. കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടണം. May all of us be able to be used for the ministry of the Lord. ഇന്നത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇവിടെ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ന് എവിടെ ചെയ്യും? If you're not able to do it today and if you're not able to do it here, when and where will you do it? അത് കഴിഞ്ഞ് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നേ, And the next verse says, പിന്നെ വീര്യപ്രവർത്തികൾ, and after that there were miracles, പിന്നെ രോഗശാന്തി. and after that gift of healing. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചാ ബ്രദറെ. ഒന്ന് അപ്പോസ്തലന്മാർ, രണ്ട് പ്രവാചകന്മാർ, 1 കൊരിന്ത്യർ 12:28. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തി, വരം 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 വരം. ആമേൻ. ഇന്നത്തെ സഭയുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, If you ask me what is the problem of today's church, ആദ്യത്തെ മൂന്നിനെയും നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ കൊണ്ടുവന്നതിനെ മുമ്പിൽ വെച്ചിരിക്കുക. we just confine the first three and then we take more importance to the next. ഞാൻ പറഞ്ഞ ശരിയല്ലേ? What I said is right. ആദ്യത്തെ മൂന്നിനെ നമ്മൾ എടുത്ത് താഴെ വെച്ചു. We removed the first three categories. ബാക്കി വീര്യപ്രവൃത്തി, രോഗശാന്തി, മറ്റ് എന്തുവാ സഹായം കൊടുക്കാനുള്ള വരം, ഈ വരങ്ങളെയെല്ലാം നമ്മൾ മേളിലോട്ട് എടുത്തു വെച്ചു. And then after that we give more importance to miracles, gifts of healing, helps, etc. And we give more importance to it. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ടാ പറഞ്ഞേക്കുന്നത് പിന്നെ എന്ന്.
And here we see Apostle Paul has said that after that, ഈ മൂന്നും ഇല്ലാതെ മറ്റതിന്റെ പുറകെ പോകരുത്. and without having the first three, you should not follow the rest. പഠിപ്പിക്കലുകളില്ലാതെ, പ്രവചനമില്ലാതെ, അപ്പോസ്തലന്മാരില്ലാതെ വീര്യപ്രവർത്തികളുടെ പുറകെ പോകരുത്. And without having apostles and prophets and teachers, you should not go behind miracles. ഉപദേശം ഇല്ലാതെ അടയാളത്തിന്റെ പുറകെ പോകരുത്. And without having the law, you should not go behind the signs. സഭ അതിന് അനുവദിച്ചിട്ടില്ല. ദൈവം സഭയെ അതിന് അനുവദിച്ചിട്ടില്ല. The Lord has not given permission to the church to do that. സഭ പോകേണ്ടത് സഭയ്ക്ക് അടിസ്ഥാനമിട്ട ദൈവത്തിന്റെ ഉപദേശവും പഠിപ്പിക്കലിലും ആയിരിക്കണം. അതായിരിക്കണം ഫൗണ്ടേഷൻ. അവിടുന്ന് ആയിരിക്കണം വീര്യപ്രവൃത്തിയും രോഗശാന്തിയും സഹായത്തിനുള്ള വരവും വിവേചനവരവും ഒക്കെ നാം ചെയ്യേണ്ടത്. And the Lord has given us a foundation, and that gives more importance to the first three things, and after that miracles and healings and help and administration and variety of tongues. പലരും വിശ്വാസത്തിൽ നിലനിൽക്കാത്തതിൻ്റെ കാരണം ഉപദേശവും പഠിപ്പിക്കലും ആരാധനയും മാറ്റിവെച്ചിട്ട് അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും വീര്യപ്രവൃത്തിയുടെയും പുറകെ പോയതുകൊണ്ടാണ്. And today many people are not remaining in the faith because they did not give importance to apostleship or prophets or teachers, and they gave importance to miracles and healings and other gifts. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഉപദേശം പഠിപ്പിച്ച് ആളുകൾ കുറവായിരിക്കും. And here if I do a good teaching and if I give a good doctrine, I know there will be less people here. എന്നാൽ നാളെ മുതൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഇവിടെ ചെയ്ത് ഇതിനകത്ത് നിറച്ച ആളായിരിക്കും. And if I see signs and if I do signs and wonders, and if that is being seen in this church, there will be more people that come in. ദൈവസഭ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. The church of God has to understand this clearly. ദൈവം അടിസ്ഥാനം വെച്ചിരിക്കുന്നത് ഈ മൂന്ന് പേരിലായിരുന്നു. The Lord gave a foundation with these three group of people. എഫീസ്യ ലേഖനം 2:20 Ephesians chapter 2 verses 30. ഈ മൂന്ന് ഗ്രൂപ്പ് അവിടെ ഉള്ളപ്പം അപ്പോസ്തലനായ പൗലോസ് ചിലതോട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 2:20. Ephesians chapter 2 verses 20. ആര്? അപ്പോ ഈ മൂന്ന് പേരുടെ പേര് നേരത്തെ പറഞ്ഞപ്പോ ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. എഫേസ്യ ലേഖനത്തിൽ താൻ പറയുന്നു ക്രിസ്തുയേശു തന്നെ മൂലക്കല്ല്. But here, even though Paul says that these many people are needed, here there is no mistake he makes, but still he says that Christ Jesus himself is the chief cornerstone. ആര് പണിതാലും എത്ര പണിതാലും എവിടെ പണിതാലും ക്രിസ്തുയേശു അല്ല മൂലക്കല്ലെങ്കിൽ പണി നല്ലതല്ല. And whoever builds it and whatever time they build it and wherever they build it, if the foundation is not and the cornerstone is not Christ Jesus, the work will not be good. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുയേശു ആയിരിക്കട്ടെ. And the chief cornerstone of the church should be Christ Jesus. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത് എന്താ? And what does the next phrase പിന്നെ say? നിങ്ങളെ And after that, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും നോയിക്കോണേ. and having built on the foundation of apostles and prophets after that. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഈ മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ താൻ പറയുന്നു ഈ മൂന്ന് പേര് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുവനാണ് കോർണർ സ്റ്റോൺ ആയ മൂലക്കല്ലായ നമ്മുടെ കർത്താവ്. And we see that in 1 Corinthians he talks about the first three group of people who are important, but in Ephesians we see that he gives more importance to the foundation and cornerstone of church, that is the Lord Jesus. ആ വാക്ക് കാണാൻ പറ്റുന്നുണ്ട്. And here also we see that. പിന്നെ After that. നേരത്തെ പിന്നെ ഏതൊക്കെയായിരുന്നു? And in the first verse in 1 Corinthians, what was after the first three? വീര്യപ്രവർത്തികൾ, രോഗശാന്തി, സഹായവും ഇതായിരുന്നു. ഇവിടെ പിന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പിൽ മറ്റൊന്നുണ്ടല്ലേ? And so here when we see after that, it means that there is something prior to this. ദൈവമക്കളെ, കർത്താവ് തന്നെ ആയിരിക്കട്ടെ ദൈവസഭയുടെ അടിസ്ഥാനവും മൂലക്കല്ലും. Let the church, let Christ Jesus be the foundation of our church, children of God. അതിന്റെ മുകളിൽ പണിയപ്പെട്ടവരായി തീരട്ടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. And may the apostles and teachers and prophets be built over that foundation. ആരായി അപ്പോസ്തലന്മാർ? Who are these apostles? എന്താണ് ഈ അപ്പോസ്തലന്മാർക്ക് വേണ്ട ആധികാരികത, യോഗ്യത? And what are the qualities that are needed for these apostles? താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ ഞാൻ വേഗത്തിൽ പറയുക. അപ്പോൾ സഭയുടെ
അപ്പോസ്തലന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സഭയെ സ്ഥാപിച്ചവനാണ്, സഭയ്ക്ക് വേണ്ടി വില കൊടുത്തവരാണ്, നന്നായി വചനം പഠിപ്പിച്ചവരാണ്, കൃപയിൽ നിലനിൽക്കുന്നവരാണ്, ആധികാരികത ഉള്ളവരാണ്, ശുശ്രൂഷയിൽ ശുശ്രൂഷ വെളിപ്പെടുത്തിയവരാണ്, കൃതാർത്ഥരാണ്, മനസ്സലിവുള്ളവരായിരിക്കണം എന്നൊക്കെ താൻ അവിടെ പറയുന്നുണ്ട്. And then we see that after that he gives the qualities of what a good apostle should be. എന്നിട്ട് പറയുന്നു പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലും കൂടിയാണ്. And then after that he says that there is also a foundation for ബ്രദറെ prophecy. മറ്റൊരു വാക്യം കൂടെ വായിച്ചാട്ടെ. എഫേഷ്യൻ 3:5 Ephesians chapter 3 verses 5. ഇവിടെയും ഓർഡർ ഒന്നും തെറ്റിയില്ല. Here also we see that the order has not changed. 3:5 എന്താ പറയും? ആ മർമ്മം ഇപ്പോൾ. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഏത് മർമ്മം? കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച മർമ്മം. And here we see that there is something that has been revealed. And what is it? It is about what the Lord wanted to reveal to the people. അതുവരെ ഹിഡൻ ആയിരുന്നത് ചിലത് കർത്താവിന് നമ്മോട് അറിയിക്കണം. And until then some things were hidden, and now the Lord wants to reveal it to us. അതറിയാൻ നമ്മൾ എവിടെ പോകണം? And to know this truth, where do we have to go to? ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആർക്കാണ് ആദ്യം വെളിപ്പെടുത്തുന്നത്? And when the Lord wants to reveal something, to whom does he first reveal it to? ആ മർമ്മം ആർക്ക് വെളിപ്പെടുത്തി? And the truth is revealed to whom? ആ ദൈവസഭയെ കുറിച്ചുള്ള ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ മർമ്മം. And it is about the truth of that church and the truth of the children of God in that church. ദൈവം വെളിപ്പെടുത്താൻ ഒരു ഓർഡർ വെച്ചിരിക്കുക. And the Lord has given an order of how he will reveal it to the people. എങ്ങനെയാ? How is it? ആ ഓർഡർ എന്തുവായിരുന്നു? What is the order? വായിക്കാം. തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. Praise God. And so here we see that it first goes to the apostles and then to the prophets, and it is revealed by the Spirit to them. നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? I hope you are following with me. എന്തിനാ ഈ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും കർത്താവ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ചോദ്യം. So the important question here is why the Lord has ordained apostles and prophets and teachers. കർത്താവ് പൂർവികന്മാർക്ക് പോലും വെളിപ്പെടുത്താത്തത്, പൂർവകാലത്ത് വെളിപ്പെടുത്താത്തത് വെളിപ്പെടുത്താൻ കർത്താവ് വെച്ചിരിക്കുന്ന ഓർഡർ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇത് അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഉപദേഷ്ടാക്കന്മാര് ഈ ടീമിന് താഴേക്ക് പോവുകയാണ്. And so here we see that Apostle Paul says that what has not been already revealed to the sons of men are revealed by the Spirit to the apostles and teachers and prophets. ദൈവം ശ്രേഷ്ഠയിടനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടയ ശുശ്രൂഷ ഗ്രൂപ്പുണ്ട്. അവരെ ദൈവം ചിലത് ഏൽപ്പിക്കും, അവർ ദൈവസഭയ്ക്ക് അത് കൈമാറും. And here we see that the Lord himself is the shepherd, and there is a servant leadership that he expects from us, and the Lord himself will ordain people for that. എത്ര കഴിവുള്ളവരായാലും, എത്ര പ്രാപ്തരായാലും, എത്ര ഉന്നതരായാലും, എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും, അവരെല്ലാം സഭയിലുണ്ടെങ്കിലും ദൈവം സഭയ്ക്ക് കൊടുക്കാൻ ദൂത് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഓർഡർ അനുസരിച്ചാണ്. And even though there are so many people with so many talents and mights in the church, there are certain group of people that the Lord has appointed that he will reveal his truth to. അവർക്കാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. And it is being revealed to them. ഒരു ആമേൻ പറയാൻ Can തയ്യാറാകുമോ? you say an amen? Amen. Praise the Lord. ശ്രേഷ്ഠയിടനായ ക്രിസ്തു അവന്റെ കീഴിൽ കർത്താവാക്കി വെച്ച ഇടയ ശുശ്രൂഷക്കാർ. And here we see that the Lord himself is the shepherd, and there is a group of leadership that the Lord himself has ordained. ആർക്ക് വെളിപ്പെടുത്തി? അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. And it is revealed to whom? It is the apostles and the prophets. രണ്ടാമത് അവിടെ പറയുന്നു എങ്ങനെ വെളിപ്പെടുത്തി. And next, how was it revealed to them? എങ്ങനെ വെളിപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത്? By the Spirit. ആത്മാവിന. And it was revealed by the Spirit. കർത്താവിന് മഹത്വം. Amen. കർത്താവിന് മഹത്വം. Glory to the Lord. ദൈവം തൻ്റെ മർമ്മം തൻ്റെ ആത്മാവിനാൽ തന്നെ താൻ ഏൽപ്പിച്ച ശുശ്രൂഷകർക്ക് കൈമാറുകയാണ്. And the Lord reveals his truth by his Spirit to the people who are ordained by him. 4-ാം 11-ാം വാക്യം കൂടെ ഒന്ന് വായിക്കുമോ? 4 verses 11.
ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ടെന്നറിയാമോ? So now do we know how many group of people are here? 5-fold ministries. And this is the fivefold ministries. ഒന്നുകൂടെ ഒന്ന് പറയാമോ? Can we repeat that once again? ഒന്ന് അപ്പോസ്തലന്മാർ, ചിലർ പ്രവാചകന്മാർ, Prophets, ചില സുവിശേഷകന്മാർ, evangelists, ഇടയന്മാർ, pastors. ഉപദേഷ്ടാക്കന്മാർ. കൂടി 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 വരും അല്ലേ? Now we see that this number is increasing. പ്രൈസ് ദി ലോർഡ്. ഈ 5-fold മിനിസ്ട്രി എല്ലാ സഭകളിലും ഉണ്ടായിരിക്കണം. And in every church, this fivefold ministry should be present. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന മിനിസ്ട്രി. That is what the Lord desires as ministry. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. And that is what is being revealed to the church of Ephesians by Apostle Paul. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. Now let me ask one more question. എന്താ ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ? Who are these prophets? ഈ രണ്ട് പേരുടെ പേരായിരുന്നല്ലോ നമ്മളിപ്പം ഗലേഷ്യൻസ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So we have been talking about apostles and prophets in the book of Acts. That's why. ഒന്ന് ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. I already talked about the prophets. ആരായി പ്രവാചകന്മാർ? I already talked about the teachers. Who are these prophets? എന്താണ് അവരുടെ ശുശ്രൂഷ? What is their ministry? ഒറ്റ വാക്ക് ഞാൻ ഇങ്ങനെ പറയാം. In one word, I would confine it. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും വളരെ പുതിയതായ വെളിപ്പാടുകൾ ആത്മാവിൽ സ്വീകരിച്ച് അത് പ്രാദേശിക ദൈവ സഭയോട് അറിയിക്കുന്നതാണ് പ്രവാചകന്മാർ. They receive the revelation of the Lord from the Spirit and they deliver it to the church of God. സിമ്പിൾ വേർഡ് അതാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. That is in simple terms. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ ഉപദേഷ്ടാക്കന്മാർ? So then you can ask, who are teachers? അവർക്ക് കൊടുത്തിരിക്കുന്ന വാക്കിങ്ങനെയാണ്. And about them we understand. ദൈവവചനം നന്നായി പഠിച്ച് They learn the word of God properly. തനിക്ക് തന്നെ അഭ്യസനം വന്നിട്ട് And they themselves get that practice. തനിക്ക് തന്നെ ആ വിഷയത്തിൽ നിശ്ചയം വന്നിട്ട് And they themselves have a certainty on what they learn. ആ നിശ്ചയത്തിൽ നിന്ന് ദൈവസഭയെ ഉപദേശിക്കുക. And with that certainty, they give instruction to the church. രണ്ട് കാര്യം മനസ്സിലായോ? I hope you understood both the terms. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രവാചകൻ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. In other words, you could say that the prophets would say something very instantaneously. സഡൻ ആയിട്ട് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായിട്ട് താൻ പറയും. They receive the message from the Lord instantaneously and they give that in a sudden pace. പക്ഷെ ഉപദേഷ്ടാക്കന്മാർക്ക് ഇൻസ്റ്റന്റും സഡനും ഇല്ല. But for teachers, it cannot be instant or sudden. അവർ വായിച്ചും പഠിച്ചും ആലോചന ചോദിച്ചും പ്രാപിച്ചും ജീവിതത്തിൽ അനുഭവിച്ചിട്ടും അത് ദൈവസഭയെ വന്ന് പഠിപ്പിക്കും. So they read, they study, they experience it and they practice it in their life and then they come and teach it in the church. അതുകൊണ്ടാണ് ഈ ഉപദേശകന്മാരും വന്നിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയ ദൂതെന്നൊന്നും അധികം പറയാറില്ല. And that is why teachers do not say that this is a message that I just received now. പക്ഷേ ഒരു പ്രവാചകൻ വന്ന് നമ്മുടെ മുഖത്ത് നോക്കി സഹോദര നിന്നോടുള്ള ദൂത് എന്ന് പറയാൻ ദൈവം അവർക്ക് അന്നേരം തന്നെ ദൂത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. And on the other end, you would see that a prophet would come to you and say that this is what the message the Lord has given me to proclaim it to you. അങ്ങനെ ഒരു ഉപദേഷ്ടാവിന് ചെയ്യാൻ പറ്റത്തില്ല. But a teacher cannot do that. പക്ഷേ രണ്ടും ചെയ്യുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. But I thank the Lord for people who are able to do both the ministries. പക്ഷേ ഉപദേഷ്ടാവ് നിശ്ചയമായും വചനത്തിൽ പഠനവും പ്രാഗൽഭ്യവും തെളിയിച്ചിട്ട് വേണം അവൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ. But a teacher, before they minister within the word of God, they should be able to learn and understand and experience it and then പ്രവാചകന്മാർ വളരെ ദൂരത്തുള്ളത് തന്നെ അവർക്ക് കാണാൻ പറ്റും. And for prophets, they'll be able to know things that are far from them. അവർക്ക് ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. And that will be revealed to them by the Spirit of God. അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ, മൈലുകൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് നമ്മോട് സംസാരിക്കാൻ ഇടയാകുന്നത്. That is why prophets are able to talk about what has happened in our past or something that we do not know about. നമ്മൾ പലപ്പോഴും പ്രവാചകന്മാരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും അറിയാൻ വേണ്ടിയാണ്. And many a times we would like to use prophets to know about what will happen to us tomorrow. ആ സ്വഭാവത്തിന് വചനം പറയുന്ന വേറൊരു പേരുണ്ട്, ഞാനതിപ്പോ പറയുന്നില്ല. There is another term that the word of God uses to describe such kind of behavior. പക്ഷെ അതല്ല പ്രവാചകരിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കണ്ടേ. But that is not what we should expect from prophets. പ്രവചനം ഉറപ്പാക്കുന്നത് പഴയത് പറയുമ്പോഴാണ്.
പാസ്റ്റ്. The prophecy is being strengthened, or it is made sealed when it is talking about the past. മകനെ മകളെ നീ ഇങ്ങനായിരുന്നു എന്ന് പറയുമ്പോഴാ നമുക്കതിൽ ഉറപ്പ് വരുന്നല്ലേ. And we get an assurity when someone tells us that you were in this manner അല്ലാതെ before. മുമ്പിൽ കുഴി കുഴിച്ചിട്ട് പിന്നോട്ട് വലിക്കുന്ന ശക്തി എന്നൊന്നും പറയുന്നതല്ല പ്രവചനം. And it is not about something that says about things that will happen in the future. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? സാധാരണ ശത്രു മുമ്പ് കുഴി കുഴിച്ചിട്ട് പുറകോട്ട് വലിക്കാന്ന്, മുമ്പിലോട്ട് തള്ളിയിടുകയല്ലേ ചെയ്യുന്നേ. If a pit is there in the front, Satan will push you to the front, not behind. ഒത്തിരി പ്രവചനത്തിന്റെ പുറകെ പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. I do not agree to go behind prophecy to a great extent. ഏറ്റവും നല്ല പ്രവചനം തിരുവചനമാണ്. And the best prophecy that we have is the scripture of the Lord. ഈ വചനത്തിലില്ലാത്ത ഒരു പ്രവചനവും ഈ ഭൂമിയുടെ മുഖത്തില്ല. There is no prophecy that is not there in the word of the Lord. വചനത്തെ പോലെ ഉറപ്പായി പറയുന്ന പ്രവചനവും ഇല്ല. And there is no other prophecy that is as certain as the word of കൊണ്ട് ചില God. പ്രവചനമൊക്കെ കേട്ടിട്ട് അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയത്തില്ലയോ ആ പ്രവാചകൻ വന്ന് പ്രവചിച്ചിട്ട് പോയി, ഒന്നും നടന്നില്ല. And sometimes we might hear some prophecies and it doesn't happen, and we say that this prophet said this, but it ഈ did not happen പ്രവാചകൻ in ഇത് my കേട്ട് life. കഴിഞ്ഞാൽ ഉടനെ പ്രവാചകൻ പറയും, ഞാൻ പ്രവചിക്കാനുള്ള പ്രവചിച്ച് പ്രാർത്ഥിക്കാനുള്ള നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് പ്രവചനം And maybe that prophet will tell us that I told you the prophecy, but you did not pray it, and hence you did not അപ്പൊ receive ഇതിന്റെ it. പ്രശ്നം ഇനി ആരുടെ കുഴപ്പമെന്നറിയാൻ വേറൊരു പ്രവാചകന്റെ അടുത്ത് പോകേണ്ടതായിട്ട് വരും. And now for this, the problem is you need to know the problem is with which party, and for that you need to go and consult another prophet. എന്റെ പിതാവ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard my father say this. രാജധാനി എക്സ്പ്രസ് പോകുന്ന പോലെ പ്രവാചകൻ പോകുന്നതെന്ന്. The prophet goes in the speed of a train. എത്ര പേര് രാജധാനി എക്സ്പ്രസ് കണ്ടിട്ടുണ്ട്? പണ്ടതായിരുന്നു ഏറ്റവും സ്പീഡ് കൂടിയ എക്സ്പ്രസ് അല്ലേ? ഇപ്പം വേറെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം മനസ്സിലായില്ലല്ലേ? ചില സ്റ്റേഷനിലൊന്നും ഇത് നിർത്തത്തില്ല. ഈ ട്രെയിൻ ചില സ്റ്റേഷനുകളിൽ നിർത്തത്തില്ല. This train does not stop in all the stations. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻസിൽ മാത്രമേ നിർത്തത്തുള്ളൂ. It will only stop in important stations. തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തെ നിർത്തത്തുള്ളൂ. It will stop in Trivandrum, and then it will stop only in Trivandrum. നമ്മൾ ഈ രാജധാനി എക്സ്പ്രസ് കോട്ടയത്ത് നിർത്തത്തില്ലെന്ന് വിചാരിച്ച കോട്ടയം സ്റ്റേഷനിൽ നിൽക്കുകയാണ്. So you know that it doesn't stop in Kottayam, and still you are waiting in ഈ Kottayam. രാജധാനി എക്സ്പ്രസ് ഭയങ്കര സ്പീഡ് ചൂളം വിളിച്ചുകൊണ്ട് ഇങ്ങനെ കോട്ടയം സ്റ്റേഷനിലൂടെ പോകുമ്പോൾ And when this train passes by through Kottayam, നമ്മൾ കൈ കാണിച്ചാൽ നിർത്തുവോ? if you try to stop it, will it stop? ഒരു അനൗൺസ്മെന്റ് അത് വരുന്നതിന് മുമ്പ് വരും. എന്താ അറിയാവോ? An announcement will come before it reaches. രാജധാനി എക്സ്പ്രസ് ഇപ്പം വരും, സ്റ്റേഷനിൽ നിൽക്കുന്നവരെല്ലാം അകത്തോട്ട് മാറി നിന്നോണമെന്ന്. The announcement is that the Rajdhani Express will come. Now you can get inside. നോ, യു ഹാവ് ടു ഗോ ബാക്ക്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ സൂക്ഷിച്ച് നിന്നോണം, ഇല്ല നിങ്ങളെയും പറത്തിക്കൊണ്ട് പോകുമെന്ന്. അത് സ്റ്റോപ്പ് ചെയ്യത്തില്ലല്ലോ. സൂക്ഷിച്ച് നിന്നോണമെന്ന്. Yeah, so you cannot get inside it. No, you have to be aware of that. The train is coming. It's super fast train coming. Otherwise, you will also go with the train. Praise the Lord. നിങ്ങൾ ഈ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് പോയി കഴിയുമ്പം നിങ്ങൾ ആ സ്റ്റേഷൻ ഒന്ന് നോക്കണം. And after this train passes that destination, you have to look at the place. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന സകല വേസ്റ്റും പേപ്പറും പാത്രവും ഇലയും തെർമോക്കോളിൻ്റെതും സാധനം എല്ലാം കൂടെ ഒരൊറ്റ പറക്കല ഇങ്ങനെ കടന്ന് പറക്കും. You can see all the dust in the air at that time. അത് നിങ്ങളിങ്ങനെ ബൈ ബൈ പറയുക രാജധാനി എക്സ്പ്രസ്സിന്, പൊക്കോ പൊക്കോ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടെന്ന്. കാര്യം മനസ്സിലായോ? ഈ പറന്നുപോയ ഈ പേപ്പറും പാത്രങ്ങളും ഈ വേസ്റ്റുകളും ഒക്കെ രാജധാനി എക്സ്പ്രസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്താൽ പറന്നു. ഇതങ്ങോട്ട് പോയി 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം താഴെ പോകും. And now we see all this dust and the waste that was in the air. It comes down after some time. കാര്യം മനസ്സിലായോ? ഇതുപോലെ പ്രവാചകന്മാരും വരുന്നിട്ട് പോകുന്നത്. And it is in the same manner that prophets come. വരുമ്പോൾ ഇവിടെ എന്തൊരു ബഹളവാ, ഇളക്കവാ, തുള്ളൽ, ആരാധനയാ, അന്യഭാഷയാ, കേൾക്കാനുള്ള ആഗ്രഹമാ. ഈ പേപ്പറുകൾ ഇങ്ങനെ പറന്നങ്ങോട്ട് പോകും. പ്രവാചകൻ പോയി 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പോകും.
And there is this kind of excitement and applause when a prophet comes in, and when he leaves. നമ്മുടെ പോക്ക് കണ്ടാൽ ഈ പേപ്പറിന്റെ ഇലയുടെയും പേസ്റ്റിന്റെയും പോക്ക് കണ്ട രാജധാനി എക്സ്പ്രസിന്റെ കൂടെ അങ്ങ് ഡൽഹി ചെല്ലുമെന്നാ വിചാരിച്ചേ. And these the dust and the waste thinks that it can also reach the destination with the train. പക്ഷെ ട്രെയിൻ പോയി, പക്ഷെ ബാക്കിയെല്ലാം അവിടെ തന്നെ കിടക്കുക. The train left, but all the dust is still remains there. മനസ്സിലായോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ട് പോയ എത്രയോ ദൈവദാസന്മാരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം I ചെയ്യുക. thank the Lord for all the blessed servant of God who came here and ministered before. പക്ഷെ ഇന്നും എന്നെ നിങ്ങളെ വിളിക്കുമായിരിക്കും എനിക്കറിയത്തില്ല, എന്നെ വിളിക്കുന്ന രണ്ട് കർത്തൃ ശുശ്രൂഷകന്മാർ എല്ലാ മാസവും ദൈവസഭയെ ഓർക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അവർ വലിയ കൊടിയ പ്രവാചകന്മാരൊന്നുമല്ല. വളരെ സന്തോഷത്തോടെ എല്ലാവരെയും കുറിച്ച് ചോദിക്കുന്ന രണ്ട് ദൈവദാസന്മാർ. But there are 2 servants of the Lord who call me every month and ask about the church. Praise the Lord. Amen. മിനിഞ്ഞാന്നും അദ്ദേഹം വോയിസ് മെയിൽ ഇട്ടു, ദൈവസഭയൊക്കെ സന്തോഷമായിരിക്കുന്നു, ഇന്ന സഹോദരന്മാരെ ഒക്കെ ഓർക്കുന്നുണ്ട്, അവരൊക്കെ സുഖമായിരിക്കുന്നു. And even day before yesterday, I received a message from one of them asking about certain members of the church. നമ്മളെ ഓർക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യും. Let's thank God for the servants of God who remember and pray for us. തക്ക സമയത്ത് നമുക്ക് വേണ്ടുന്ന ആലോചന നൽകി തരുന്നവരാ പ്രവാചകന്മാർ. And the prophets are people who gives us the message at the right time. അത് ദൈവസഭയെ അറിയിക്കാൻ അവർ പ്രാഗൽഭ്യപ്പെട്ടിരിക്കും, അവർ ഉറപ്പുള്ളവരായിരിക്കും. And they have the surety and certainty that they have to give this message to ആക്ട്സ് the church. 11:28 ഒന്ന് വായിക്കുമോ? ഒരു പ്രവാചകനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. And we read about a prophet in Acts chapter 11 verse പ്രവാചകന്റെ 28. പേര് അഗബോസ് എന്ന പ്രവാചകൻ. അദ്ദേഹം പ്രവചിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പ്രവചിച്ചത് ആത്മാവിനാൽ പ്രവചിച്ചു എന്ന്. And here we see a prophet named Agabus who prophesied, and he prophesied by the Spirit. മുഖം നോക്കി പ്രവചിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, ആത്മാവിൽ പ്രവചിച്ചു. And here we see that he does not look at the face and prophesy, rather he prophesies by the Spirit of God. എന്താ അഗബോസ് പ്രവചിച്ചേ? And what did Agabus prophesy about? ആ, മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. 21:11 അത് നിവൃത്തിയായി. ആമേൻ. ആക്ട്സ് ചാപ്റ്റർ 21:11 11:28 കറക്റ്റ്. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. ഈ അഗബോസ് തന്നെ അടുത്തൊരു വാക്യത്തിലൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞ 21:11 ചാപ്റ്റർ 21 വേഴ്സ് 11. ഇവർ ഈ പറയുന്നത് പണ്ട് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ആര്? അഗബോസ് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവരിപ്പോ ഓർക്കുന്നതായിട്ട് അവിടെ. And now we see about Agabus in both Acts chapter 11 and also in Acts chapter 21. It says about what he prophesied. അത് നിവൃത്തിയായോ? And was it fulfilled? പൗലോസിന്റെ ജീവിതത്തിൽ അത് നിവൃത്തിയായോ? Was it fulfilled in the life അവർ of അവനെ Paul? കെട്ടിക്കൊണ്ടുപോയോ? Did they constrain him and take Praise him the away? Lord. ദൂത് പറഞ്ഞു, നീ റോമിലും ചെന്ന് എന്റെ നാമം നിമിത്തം പറയുമെന്ന് പറഞ്ഞെങ്കിൽ ആ റോമി വരെ അവൻ അപ്പോസ്തലനായ പൗലോസിനെ സ്വർഗ്ഗം എത്തിക്കുവാനിടയാ. And here we see that exactly what was prophesied, it happened, and Paul also reached Rome to spread the gospel of God. അതുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാമോ? And so because of that, do you know what do we ഒരു need? വാക്യം കൂടെ വായിച്ചു നിർത്തുകയാ. There is one more verse that I വളരെ would like to read. ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം. It is very important. 1 Thessalonians chapter 5 verse 20. 1 തെസ്സലോനിയ 5:20. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യ. 5:20. പ്രവചനം തുച്ഛീകരിക്കരുത്. And here we see in 1 Thessalonians chapter 5 verses 20 that you should not abstain. Verses 20, do not despise prophecies. Do not treat prophecies with contempt. പ്രവചനം തുച്ഛീകരിക്കരുത്. Do not despise prophecies. അതുകൊണ്ട് കണ്ണുമടച്ച് വിശ്വസിക്കരുത്. And that also means that you should not believe it blindly. മനസ്സിലായാൻ പറഞ്ഞേ? I hope you understood. Praise the Lord. Hallelujah. Amen.
യെരൂശലേമിൽ നിന്ന് വന്ന പ്രവാചകന്മാർ അന്ത്യോക്യ സഭയിൽ വന്നപ്പോൾ ഇവിടെയും ഒരു കൂട്ടം പ്രവാചകന്മാർ ഉളവായി വരികയാണ്. And when prophets from the church of Jerusalem, they came to Antioch, there were prophets there too. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ ദൈവമക്കളെ. Let me conclude it, children of God. അതായത് ദൈവകൃപയുടെ ഒരു വ്യാപാരം അവിടെ ഉണ്ടായി. And here we see that the Spirit of the Lord, He was moving amongst them. വളരെ ശ്രദ്ധയോടെ ഈ കൺക്ലൂഷൻ കേൾക്കണേ. You have to listen to this conclusion. ആത്മനിറവുള്ളവർ സഭയിലുണ്ടെങ്കിൽ ആത്മനിറവുള്ളവർ എഴുന്നേറ്റ് വരും. If there are spirit-filled people in the church, there will be more spirit-filled people who are formed in the church. ദർശനമുള്ളവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അനേകം ദർശനമുള്ളവരെ സഭയിൽ എഴുന്നേൽപ്പിക്കാനിടയായി. And if there are people who have vision in the church, there will be more people with vision who will stand for the മിഷനെ church. കുറിച്ച് ഹൃദയമുള്ളവർ ദൈവസഭയിലുണ്ടെങ്കിൽ അതേ മിഷൻ ചലഞ്ചിൽ ഏറ്റെടുക്കാൻ കഴിവുള്ളവരെ ദൈവസഭയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ And കഴിയും. if there are people with a heart for mission in the church, there will be more people who will stand for the ministry. ദൈവകൃപയിൽ സഭയിലുള്ളവരുണ്ടെങ്കിൽ ദൈവകൃപയുള്ളവരെ സഭയിൽ എഴുന്നേൽപ്പിക്കാൻ കഴിയും. And if there are people who have the grace of the Lord in them, there will be more people who will പാഷൻ stand in ഉള്ളവർ the same. ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ ഒത്തിരി പാഷൻ ഉള്ളവരെ നമുക്ക് ഉണർത്തിക്കൊണ്ടുവരുവാൻ. And if there are people with passion in the church, there will be more people like that. പ്രാർത്ഥനാ വീരർ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ അനേക പ്രാർത്ഥനാ വീരന്മാരെ നമുക്ക് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുവാൻ. And if there are prayer warriors in the church, there will be more prayer warriors that will bring in the അന്യഭാഷയിൽ ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒത്തിരി അന്യഭാഷയിൽ ആരാധിപ്പാൻ കഴിവുള്ളവരെ ആമേൻ കർത്താവിനാൽ നമുക്ക് പുറത്തു കൊണ്ടുവരുവാനിടയായി. And if there are people of God who can worship the Lord in tongues, there will be more people that will be formed to worship the Lord in tongues. എങ്കിൽ അല്ലാത്തതും വല്ലാത്തതും ഒക്കെ സഭയ്ക്കകത്ത് ഉണ്ടായി വരുവാൻ. And if that's not the case, what is unwanted will come to the church. പ്രവാചകന്മാർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. Let there be prophets that arise in the church. ദൈവത്തെ ആമേൻ ആമേൻ വാക്കുകൾ പറയുവാൻ ദൈവത്തിന്റെ മൗത്ത് പീസായി ചിലരെ ദൈവം ഒരുക്കട്ടെ. May the Lord use certain people to be mouthpiece for the Lord. ചർച്ചിനകത്ത് തന്നെ ചിലരെ ദൈവം ഒരുക്കട്ടെ. And may the Lord bring up people like that in this church. ഭാവി കാലത്തെ കുറിച്ച് പറയാനല്ല, It is not to talk about the future. ദൈവസഭ എഡിഫൈ ചെയ്യുവാൻ, And it is to edify the church of God. ദൈവസഭയെ പണിയുവാൻ, It is to build the church of God. ആത്മാക്കളെ ഉറപ്പിക്കുവാൻ, It is to strengthen the children of കർത്താവിന്റെ God. വരവിന് വേണ്ടി ഒരുക്കുവാൻ. And to prepare them for the second coming of the Lord Jesus. പ്രവാചകന്മാരെ നമ്മുടെ ഇടയിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ. May the Lord bring out prophets amongst us and amongst our children. ശക്തരായ പ്രവാചകന്മാർ, And prophets with strength. ശക്തരായ ഉപദേഷ്ടാക്കന്മാരെ സ്വർഗ്ഗം ഒരുക്കട്ടെ. May the Lord enable good teachers to rise among us. സഭയ്ക്ക് വേണോ? Does the church need it? പ്രവാചകന്മാരെ വേണോ? Do we need നമ്മൾ prophets? ഓടി അവിടെ എവിടെയും പോകണ്ട. ഇതിനകത്ത് തന്നെ ചിലർ ദൈവം എഴുന്നേൽപ്പിച്ചാൽ നമുക്ക് അവർ തന്നെ നമ്മൾ എഡിഫൈ ചെയ്യുവാൻ. We do not need any. We need not go anywhere else to find them if they are in ഒരു this നിമിഷം church. എഴുന്നേറ്റ് നിൽക്കുമോ? Can we all rise? കർത്താവ് എന്നെ അതിനായി ഉപയോഗിക്കണമേ. Lord, use me for this ministry. അങ്ങയുടെ കൃപയ്ക്കായി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി എന്നെ ഏൽപ്പിക്കുന്നു. Lord, I humble myself to the grace of the Lord and for your ministry. ഈ ചർച്ചിനെ വളർത്താൻ, ഈ ചർച്ചിന് ഉപദേശിക്കാൻ അനേകർ വേണം കർത്താവേ. Lord, we need people to grow and build this church. ആലോചന പറയാൻ ആളുകൾ വേണം. There should be people to give messages to us. തിരുത്താൻ ആളുകൾ വേണം. There should be people to correct us. ഉറപ്പിക്കാൻ ആളുകൾ വേണം. There should be people to strengthen us. കർത്താവേ, ഞങ്ങൾക്ക് ഈ സഭയ്ക്കകത്ത് അത് വേണം. Lord, we need all of them in this church. കർത്താവേ, ആ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി ഞങ്ങൾക്ക് വേണം. Lord, we need that fivefold ministry. കർത്താവിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുമോ? Let us pray to the Lord. ദൈവം ദൈവസഭയിൽ അങ്ങനെയുള്ളവരെ ഉയർത്തും. May the Lord enable such kind of people to be established in this church. എഴുന്നേൽപ്പിക്കും. And the Lord will enable people from us to be in these ministries. അതിനായി കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. And may the Lord strengthen us for it. അതിനായി കർത്താവ് നമ്മിൽ ചിലരെ സമർപ്പിക്കുവാൻ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. May the Lord speak to the hearts of people among us to be there for this ministry. കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി മാറട്ടെ. Let our children prophesy. അത്ഭുത ശുശ്രൂഷയ്ക്കായി ദൈവം അവരെ ഒരുക്കട്ടെ. May the Lord use them for a mighty ministry. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us.